ഹലോ എവരിവൺ, എല്ലാവർക്കും ACDP അക്കാഡമിയുടെ വീക്ക്ലി കണ്ടന്റ് സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ സുഖം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ആഴ്ചത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്തെല്ലാമാണ്. ഓക്കെ, അതെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതോട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട കണ്ടന്റ് നിങ്ങൾ കേട്ടിരിക്കുക, അതേപോലെ തന്നെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഈ സംശയത്തിലുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, തുടങ്ങാം. ശരി. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2025 ലോക ഓസോൺ ദിന പ്രമേയം എന്താണെന്നുള്ളതായിരുന്നു. എന്താണ് 2025 ലോക ഓസോൺ ദിന പ്രമേയം എന്താണെന്നുള്ളതായിരുന്നു. എന്താണ് 2025 ഓസോൺ ദിന പ്രമേയം എന്തായിരുന്നു? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് എന്ത് 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. എന്താണ് 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് അല്ലേ. അതേപോലെ തന്നെ ഈ പറയുന്ന ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? സെപ്റ്റംബർ 16 എന്ത് ചെയ്യുന്നത്? ഓസോൺ ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത് അല്ലെ. ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നതാണ് സെപ്റ്റംബർ 16 എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓസോൺ ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2025 ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ്. ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ എന്നുള്ളതാണ് അല്ലെ. അടുത്ത് നോക്കാം. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. എന്താണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ആരാണ് ഈ ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്? പ്രധാനമായിട്ടും BCCIയുടെ കീഴിൽ തന്നെ വരുന്ന ഒരു ക്രിക്കറ്റ് മത്സരമാണ് ഈ പറയുന്നത് ദുലീപ് ട്രോഫി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 സോണുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് തിരിക്കുന്നത്. ഒന്ന് പറയുന്ന സെൻട്രൽ സോണ്, അല്ലെങ്കിൽ മധ്യമേഖല, സൗത്ത് സോണ്, പിന്നെ എന്താണ് ഈ പറയുന്ന നോർത്ത് സോൺ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ 3ആയിട്ട് എന്ത് ചെയ്യും? പ്രധാനമായിട്ടും തിരിക്കാറുണ്ട് അല്ലെ. സൗത്ത് സോൺ, നോർത്ത് സോൺ, സെൻട്രൽ സോൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പ്രധാനമായിട്ടും 3 മേഖലകളാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ ദുലീപ് ട്രോഫി എന്ത് ചെയ്ത് കളിക്കുന്നത്. ഇതിനകത്ത് മധ്യമേഖലയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ സോൺ ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം എന്ത് ചെയ്യുന്നത്? നേടിയിട്ടുണ്ടായിരുന്നു. എന്താണ് ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഈ പറയുന്ന മധ്യമേഖലയാണ് എന്ത് ചെയ്യുന്നത്? ഈ വട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ആദ്യം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ്? മധ്യമേഖലയാണ്. എന്താണ്? മധ്യമേഖലയാണ്. ഓക്കെ, അപ്പൊ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ആരാണ്? മധ്യമേഖലയാണ്. അടുത്ത് നോക്കാം. മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ഇതിലെ പറയുന്ന മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്നത് ആരാണ്? ആചാര്യ ദേവവൃതാണ് അല്ലേ. ആചാര്യ ദേവവൃതാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തില് മഹാരാഷ്ട്രയുടെ പുതിയ ഈ പറയുന്ന ഗവർണറായിട്ട് എന്ത് ചെയ്തത്? നിയമിതനായിട്ടുണ്ടായിരുന്നത് അല്ലേ. എനിക്കറിയായിരിക്കും ഈ പറയുന്ന CP രാധാകൃഷ്ണൻ ആയിരുന്നു ഈ പറയുന്ന തൊട്ട് മുമ്പ് മഹാരാഷ്ട്രയുടെ ഗവർണർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ അദ്ദേഹം സ്ഥാനം ഇട്ടിരുന്നു. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനത്തേക്ക് വന്ന ഇവിടമാണ് ആര് നികത്തുന്നത്? ആചാര്യ ദേവവൃത് എന്ത് ചെയ്യുന്നത്? നികത്തുന്നത്. പഞ്ചാബിലെ ജനനം അദ്ദേഹം ഇപ്പൊ ഹരിയാനയിലാണ് അദ്ദേഹം ജീവിച്ചു വരുന്നത്. അദ്ദേഹത്തെ ഇവിടെയാണ് നിയമിതനായത്? മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുണ്ടായിരുന്നത് അല്ലെ. ആചാര്യ ദേവവൃത് ടേക്ക് ഓത്ത് മഹാരാഷ്ട്ര ഗവർണർ എന്ന് നമ്മൾ സ്റ്റഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ മഹാരാഷ്ട്രയുടെ പുതിയ ഗവർണറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന ആരാണ്? ആചാര്യ ദേവവൃതാണ്. ആർക്ക് പകരമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ ആർക്ക് പകരമായിട്ടാണ്? CP രാധാകൃഷ്ണ പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആചാര്യ ദേവവൃത് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എന്താവുന്നത്? മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നിയമിതനാകുന്നത്. ഓക്കെ, പഠിച്ചു നോക്കുക. മഹാരാഷ്ട്രയുടെ ഗവർണറായിട്ട് നിയമിതനായിട്ടുണ്ടായിരുന്ന ആരാണ്? ആചാര്യ ദേവവൃതാണ് അല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് പോൾ വോൾട്ടില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് പോൾ വോൾട്ടില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ പോൾ വോൾട്ടില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണ്? അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് ചെയ്യുന്നത് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് പോൾ വോൾട്ടിന് ചെയ്യുന്നത് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 6.3 മീറ്റർ അല്ലെങ്കിൽ പറയുന്ന 6.3 മീറ്റർ അദ്ദേഹം ചാടിക്കടന്നുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ലോക റെക്കോർഡ് അദ്ദേഹം ചെയ്യുന്നത് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്താണ് 6.3 മീറ്റർ ചാടിക്കടന്നുകൊണ്ടാണ് ഈ പറയുന്ന സ്വീഡന്റെ സ്വീഡന്റെ താരമായിട്ടുള്ള അർമാൻഡ് ഡുപ്ലാന്റിസ് എന്ത് ചെയ്യുന്നത്? സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ്? ടോക്കിയോയിൽ വെച്ചായിരുന്നു അല്ലേ. ടോക്കിയോയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടോക്കിയോയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നടന്നിട്ടുണ്ടായിരുന്നത്.
ടോക്കിയോയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വീഡിഷ് താരമായിട്ടുണ്ടെന്ന അർമാൻ ഡുപ്ലാന്റിസ് 6.30 മീറ്റർ എന്ത് ചെയ്തു അദ്ദേഹം ചാടി കടന്നുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്വർണ്ണം എന്ത് ചെയ്യുന്നത് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ പോൾ വോൾട്ടിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന താരമാരാണ് അർമാൻ ഡുപ്ലാന്റിസ് ആണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? സ്വീഡിഷ് താരമാണ്. എവിടെ വെച്ചായിരുന്നു ഈ പറഞ്ഞ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഈ പറഞ്ഞ ടോക്കിയോയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ അടുത്തോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണെന്നുള്ളതാണ്. അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ടായിരുന്ന തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണെന്നുള്ളതാണ്. ഏതാണ്? INS ആന്ത്രോത്ത് ആണ്. എന്താണ്? INS ആന്ത്രോത്ത് ആണ് അല്ലെ? INS ആന്ത്രോത്ത് ആണ് അല്ലെ? അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണ്? INS ആന്ത്രോത്ത് ആണ് അല്ലെ? INS ആന്ത്രോത്ത് ആണ്. INS ആന്ത്രോത്തിന്റെ പ്രത്യേകത എന്താണ്? ആന്റി സബ്മറൈൻ വാർഫെയർ എന്ത് ചെയ്യുന്ന പേരിട്ടുള്ള കപ്പലാണെന്ന് പറയുന്നത് INS ആന്ത്രോത്ത് എന്ന് പറയുന്നത് അറിയായിരിക്കും. ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിൽ അല്ലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനമായിട്ട് ചൈനയുടെ അധിനിവേശം എന്താണ് കൂടി വരുന്ന സമയം കൂടിയാണ്. ഇതിനാൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ ചൈനീസ് ഈ പറയുന്ന എന്താണ് സബ്മറൈൻസ് ഈ പറഞ്ഞ ആൻഡോമാൻ പ്രദേശങ്ങൾ പ്രധാനമായിട്ട് ഡിപ്ലോയ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ നേവിയുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലുകൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് നീറ്റിലിറക്കുന്നത്. ഇത്തരത്തില് ഈ പറയുന്ന INS ആന്ത്രോത്ത് എന്ന കപ്പലിന് ആന്ത്രോത്ത് എന്ന പേര് നൽകാൻ കാരണം എന്താണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലക്ഷദ്വീപിൽ പ്രധാനമായിട്ടും മിനിക്കോയ്, കൽപ്പേനി, അഗത്തി, കവരത്തി, അമൻദ്വീപ്, കടമ്പത്ത്, കീഴ്ത്താൻ, ചെത്തിലാത്ത്, ബിത്ര എന്നീ പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട് അല്ലെ? അതിനകത്ത് പ്രധാനമായിട്ട് ഈ പറയുന്ന ലക്ഷദ്വീപിൽ തന്നെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ആന്ത്രോത്ത് എന്നുള്ള ദ്വീപിന്റെ പേരാണ് എന്ത് നൽകിയിട്ടുള്ളത്? ഈ പറയുന്ന ഈ പറയുന്ന ഷിപ്പിന് അല്ലെ, നമ്മൾ ഈ പറയുന്ന ആന്റി സബ്മറൈൻ യുദ്ധ കപ്പലായിട്ടുള്ള INS ആന്ത്രോത്തിന് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തിടെ നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ടായിരുന്ന തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പൽ ഏതാണ്? അത് INS ആന്ത്രോത്ത് ആണ്. INS ആന്ത്രോത്ത് ആണ്. മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ലോക തേക്ക് കോൺഫറൻസിന് വേദിയായിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ്. ലോക തേക്ക് കോൺഫറൻസിന് വേദിയായിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ലോക തേക്ക് കോൺഫറൻസിന്റെ വേദി എവിടെയായിരുന്നു? കൊച്ചിയായിരുന്നു അല്ലെ? കൊച്ചിയാണ്. 5ാമത് തേക്ക് കോൺഫറൻസിന്റെ വേദിയായത് എവിടെയാണ്? അതാണ് ഈ പറയുന്ന കൊച്ചി എന്ന് പറയുന്നത്. 5ാമത് തേക്ക് കോൺഫറൻസ് ആണ് എവിടെ നടന്നത്? ഈ പറഞ്ഞ കൊച്ചിയില് ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായ പ്രധാനമായിട്ടും എന്താണ് 17 മുതൽ 20 സെപ്റ്റംബർ വരെയാണ് എന്ത് നടക്കുന്നത്? ഈ പറയുന്ന ലോക തേക്ക് കോൺഫറൻസ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് അല്ലെ? ലോക തേക്ക് കോൺഫറൻസ് നടക്കുന്നത്. അതേപോലെ തേക്കിന്റെ ഏറ്റവും വലിയ മ്യൂസിയം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കിന്റെ മ്യൂസിയം ഈ പറയുന്ന നിലമ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ? എന്നാൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ഈ പറയുന്ന നിലമ്പൂരിലാണ് അല്ലെ? അതേപോലെ തന്നെ ഈ പറയുന്ന 5ാമത് ലോക തേക്ക് കോൺഫറൻസിന്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്ലോബൽ തേക്ക് സെക്ടർ, അഡാപ്റ്റിംഗ് ടു ഫ്യൂച്ചർ മാർക്കറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് ഇതാണ് ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ തേക്ക് സെക്ടർ, അഡാപ്റ്റിംഗ് ടു ഫ്യൂച്ചർ മാർക്കറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. 5ാമത് തേക്ക് കോൺഫറൻസിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ? പഠിച്ചു വെക്കേണ്ട എന്താണ്? ലോക തേക്ക് കോൺഫറൻസിന്റെ വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയിൽ വെച്ചാണ്. 5ാമത് തേക്ക് കോൺഫറൻസ് ആണ് എവിടെ നടക്കുന്നത്? കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത്? ബുൾഗാട്ടിയിൽ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അതേപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എന്താണ് ഈ പറയുന്ന തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂരിലാണ് അല്ലെ? കേരളത്തിലെ നിലമ്പൂരിലാണ്. അതേപോലെ തന്നെ നമ്മുടെ തേക്ക് കോൺഫറൻസ് നടക്കുന്നതാണ് 17 മുതൽ 20 സെപ്റ്റംബറിനുള്ളിലാണ് ചെയ്യുന്നത് തേക്ക് കോൺഫറൻസ് എന്ത് ചെയ്ത് നടക്കുന്നത്. അപ്പൊ പഠിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് കോൺഫറൻസ് പ്രധാനപ്പെട്ട തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ ഗ്ലോബൽ തേക്ക് സെക്ടർ, അഡാപ്റ്റിംഗ് ടു ഫ്യൂച്ചർ മാർക്കറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ്. എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ദ ഫ്യൂച്ചർ തേക്ക് സെക്ടർ, അഡാപ്റ്റിംഗ് ടു ഫ്യൂച്ചർ മാർക്കറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത്. ലോക തേക്ക് കോൺഫറൻസിന്റെ തീം എന്ന് പറയുന്നത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ
ഇടം നേടിയിട്ടുണ്ടായിരുന്നത് ഏതാണെന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയിരുന്നതാണ് ഈ പറഞ്ഞ വർക്കല പാപനാശം കുന്നുകളാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന മഹാബലിപുരം ഒക്കെ പ്രധാനമായിട്ടും വന്നിട്ടുണ്ട് അല്ലേ അല്ലേ ഓക്കെ ഈ പറഞ്ഞ മഹാബലിപുരം പ്രദേശങ്ങളല്ലേ, വർക്കലം പാപനാശം കുന്നുകൾ കൂടാതെ തന്നെ ഈ പറഞ്ഞ മഹാബലിപുരം അല്ല മഹാബലേശ്വർ കാരണം മഹാബലേശ്വറാണ്. ഓക്കെ മഹാബലേശ്വർ ടെമ്പിൾസ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന യുനെസ്കോയുടെ ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയിട്ട് ഉണ്ടായിരുന്നു. പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഈ പറയുന്ന വർക്കലയിലെ പാപനാശം കുന്നുകളായിരുന്നു. വർക്കലയിലെ പാപനാശം കുന്നുകളാണ്. വർക്കല ക്ലിപ്സ് എന്നാണ് ഇതിന് പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ക്ലിപ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു സമുദ്ര പ്രദേശമായിരിക്കും പ്രധാനമായിട്ടും നിൽക്കുന്ന സമുദ്ര പ്രദേശത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ക്ലിഫുകൾ എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ഇലവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും, ഭൂപ്രദേശമാണ് ഈ പറയുന്ന ക്ലിഫുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്നത് വെട്ടി ഇറക്കിയാൽ നമുക്ക് എന്തെങ്കിലും പറ്റി കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. ഈ വർക്കല ക്ലിഫൊക്കെ പോയി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. ഈ പറയുന്ന വർക്കല ക്ലിഫ് പ്രത്യേകത എന്താണ്? ഈ പറയുന്ന പ്രദേശങ്ങൾ പറഞ്ഞാൽ വെട്ടി ഇറക്കിയാൽ എന്ത് പറ്റും കാണാൻ സ്റ്റീപ്പായിട്ടുള്ള ഒരു പ്രദേശത്തിലേക്ക് പിന്നെ എങ്ങോട്ടേക്ക് മാറുകയാണ്, പിന്നെ കടലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അല്ലേ. പറയുന്ന വെട്ടി ഇറക്കിയ പ്രദേശം പോലെ കാണാൻ സാധിക്കും. ഇത്തരത്തില് സ്റ്റീപ്പായിട്ട് പ്രദേശം അറിയായിരിക്കും. ലാൻഡ് എന്ന് പറയുന്ന ഇത്തരത്തിൽ വന്നതിന് ശേഷം സ്റ്റീപ്പായിട്ട് നമുക്ക് എന്ത് പറ്റും ഇത്തരത്തിൽ കാണാൻ സാധിക്കും. ഈ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും? കടലായിരിക്കും അല്ലെ. ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ കടലായിരിക്കും, ഈ പ്രദേശമൊക്കെ എന്തായിരിക്കും ലാൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഈ മൂലമുള്ള ഈ പ്രദേശം ലാൻഡും ഈ താഴെ പ്രദേശം ഈ കടലായിട്ട് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ക്ലിപ്സുകൾ എന്ന് പറയുന്നത്. അതിൽ വർക്കലയിലെ പാപനാശം കുന്നുകളാണ് എന്ത് ചെയ്യുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ താൽക്കാലിക പട്ടികയിൽ എന്ത് ചെയ്യുന്നത് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലിപ്സുകൾ എന്ന് വർക്കല ക്ലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ അതേപോലെ തന്നെ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. കാരണം രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ടായ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് അല്ലെ. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ടായ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്ന ആരാണ്? മന്ത്രി വീണ ജോർജ് അല്ലേ. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആരാണ്? വീണ ജോർജ് ആയിരുന്നു എന്ത് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് എന്ത് ചെയ്ത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാലോ. ഇപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക്ക് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഈ പറയുന്ന കേരളം. പ്രധാനമായിട്ട് ഇപ്പോൾ പ്രമേഹം അതേപോലെ പ്രഷറുകൾ പോലെ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഏതൊരു ദിവസം ഒക്കെ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതായിരിക്കും പ്രധാനമായിട്ട് എന്ത് ചെയ്യുക. ഇപ്പൊ ചെറിയ രീതിയിലാണ് പ്രധാനമായിട്ടും തുടങ്ങുന്നത്. വിശേഷം എന്ത് ചെയ്യും ഈ പറഞ്ഞ കേരളം ഒട്ടാകെ എന്ത് ചെയ്യും ആ ക്ലിനിക്കുകൾ തുടങ്ങി വെക്കുന്നതായിരിക്കും. ഏത് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നടത്തിയെന്ന് ചോദിച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അതാണ് സ്ത്രീ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തനിങ് ഹർ ടു എംപവർ എവരിവൺ അല്ലേ. സ്ട്രെങ്തനിങ് ഹർ ടു എംപവർ എവരിവൺ എന്ന് പറയുന്ന സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന പ്രത്യേക വെൽനസ് ക്ലിനിക്കുകൾ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. ഓക്കെ അടുത്തത് ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായിട്ട് ധനസഹായം നൽകുന്ന വാഹനമിത്ര പദ്ധതി ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശാണ്. നോക്കാം. വാഹനമിത്ര സ്കീംസ് വിൽ ബി ലോഞ്ച്ഡ് ഓൺ ദ ദസറ സേസ് AP CM എന്നുള്ളതാണ് അല്ലെ. പറയുന്ന ദസറ ദിനത്തില് അറിയിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഓണം പോലെയാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ എന്ത് ചെയ്യുന്നത് ദസറ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഉത്സവമാണ് പറയുന്നത് ദസറ എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ CM ആയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ബുധനാഴ്ച എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് വാഹനമിത്ര പദ്ധതി എന്ത് ചെയ്യുന്നത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾക്കാണ് ചെയ്യുന്നത് ഇത്തരത്തില് ഇത് സഹായകമാകുന്നത്. ഓക്കെ നോക്കാം. ആന്ധ്രാപ്രദേശ് CM Minister N Chandrababu Naidu on Wednesday announced that the Vahana Mitra scheme, which is intended to provide the financial assistance of 15,000 per year to the auto rickshaw drivers, would be launched on the Dasra day എന്നുള്ളതാണ് അല്ലെ. അതായത് 15,000 രൂപ ഈ പറയുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി നൽകുന്ന പ്രതിവർഷമാണ്, പ്രതിമാസമല്ല, പ്രതിവർഷം 15,000 രൂപ വീതം എന്ത് ചെയ്യുന്നു ഓട്ടോ തൊഴിലാളികൾക്ക് വീതം നൽകുന്ന വാഹനമിത്ര പദ്ധതി എന്ത് ചെയ്യും ഈ പറയുന്ന ദസറ ദിനത്തിൽ എന്ത് ചെയ്തു ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന എന്ത് ചെയ്തു ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു എന്ത് ചെയ്തു ഇത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം ചന്ദ്രബാബു നായിഡു ദസറ ദിനത്തില്
ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് 15,000 രൂപ വർഷം അല്ലെ വാർഷിക എന്താണ് രൂപ എന്ന നിരക്കിൽ എന്ത് ചെയ്യുന്നു പറയുന്ന കൊടുക്കുന്ന സ്കീം എന്താണ് ഈ പറയുന്ന അത് വാഹന മിത്രം എന്ന സ്കീമാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 2025 ISSF ലോകകപ്പില് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളില് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത് ആരാണെന്നുള്ളതാണ്. 2025 ISSF ലോകകപ്പില് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണെന്നുള്ളത് ആണ് ഇഷ സിംഗ് ആണ് അല്ലെ. ഇഷ സിംഗ് ആണ് അല്ലെ. നമുക്ക് ഇന്ത്യൻ ഷൂട്ടർ ഇഷ സിംഗ് won a gold medal in the women's 10 meter air pistol event in the IISF World Cup 2025 in the Ningbo, the People's Republic of China എന്ന് പറഞ്ഞാൽ അല്ലെ ഈ പറയുന്ന ചൈനയില് അല്ലെ ചൈനയിലെ നിങ്ബോയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന അല്ലെ ചൈനയിലെ നിങ്ബോയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന എന്താണ് ISSF ലോകകപ്പ് വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയിട്ടുണ്ടായിരുന്ന ആരാണ് ഇഷ സിംഗ് ആണ്. ഇഷ സിംഗ് ആണ്. ചോദിക്കേണ്ടതാണ് ഈ പറഞ്ഞ ഏത് വിഭാഗത്തിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്റർ എയർ പിസ്റ്റലാണ് പറയണം. അതേപോലെ തന്നെ ഏത് മെഡലാണ് നമ്മൾ നേടിയിട്ടുള്ളത്? സ്വർണ്ണ മെഡലാണ് നമ്മൾ നേടിയിട്ടുണ്ടായിരുന്നത്. ആരാണ് നേടിയത്? ഇഷ സിംഗ് ആണ് നേടിയിട്ടുണ്ടായിരുന്നത്. എവിടെ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ചൈനയിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ചൈനയിൽ എവിടെ വെച്ചാണ്? ഇത് നിങ്ബോയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ ഓർത്തിരിക്കണം. ഓക്കെ, തീരസംരക്ഷണ സേനയുടെ കോസ്റ്റ് ഗാർഡിന്റെ 5ാമത് ആഗോള ഉച്ചകോടി 2027 വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇതാണ് തീരസംരക്ഷണ സേനയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 5ാമത് ആഗോള ഉച്ചകോടിയുടെ 2027 വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഇവിടെയാണ് ഇന്ത്യയിലെ ചെന്നൈയിലാണ് അല്ലെ. ഇന്ത്യയിലെ ചെന്നൈയിലാണ് നടക്കുന്നത്. ഈ പറഞ്ഞ തീരസംരക്ഷണ സേന എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എന്ത് നടക്കുന്നത് എന്താണ് ഈ പറയുന്ന 5ാമത് ആഗോള ഉച്ചകോടി എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത്. അതേപോലെ തന്നെ 2020 പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഈ പറയുന്നതാണ് 50ാമത്തെ വർഷത്തെ ആഘോഷം കൂടിയാണ് എന്ത് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നടക്കുന്നുള്ളത് അല്ലേ. 50 വർഷത്തേക്ക് ആഘോഷം കൂടിയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതിന്റെ കൂടെ നടക്കുന്നുള്ളതാണ്. ഓക്കെ അപ്പൊ തീരസംരക്ഷണ സേനയുടെ അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിന്റെ 5ാമത് ആഗോള ഉച്ചകോടിക്ക് 2027 വേദിയാക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ചെന്നൈയിലാണ് അല്ലേ. തമിഴ്നാട് ചെന്നൈ. അടുത്തൊരു ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന മുറുകൂടി പച്ചയിലെ മുറകുണങ്ങാൻ സഹായിക്കുന്ന ഘടകം ഏതാണെന്നുള്ളതായിരുന്നു. ഇതാണ് അടുത്തിടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന മുറുകൂടി പച്ചയിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം ഏതാണെന്നുള്ളത്. ഇത് പ്രത്യേക ഏത് സംയുക്തത്തിൽപ്പെടുന്നതാണ്? ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങളാണ് ചെയ്യുന്നത് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. മുറികൂടി പച്ച എന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്ത് ചെയ്യണം മുറിവുകൾ മറ്റും ഈ പറയുന്ന ഊണ്ടുകൾ മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ അതായത് മുറിവുകൾ മറ്റും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റി? ഈ പറയുന്ന ഇല എന്ത് ചെയ്യാൻ പറ്റി? പിഴിഞ്ഞ് എന്ത് ചെയ്യുക പറഞ്ഞ മുറിവുള്ള പ്രദേശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മുറിവ് ഉണങ്ങി കിട്ടും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പണ്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുമായിട്ട് ഏത് സംയുക്തമാണ് ഈ പറഞ്ഞ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന കുറിച്ചുള്ള പഠനമാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ആന്റിഓക്സിഡന്റ് സംയുക്തങ്ങളാണ് എന്ത് ചെയ്യുന്നത് സഹായിക്കുന്നത് എന്ത് ചെയ്തത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആരാ കണ്ടെത്തിയത്? ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകരാണ് എന്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നോക്കാം. മുറുകൂടി പച്ച എങ്ങനെ അതിവേഗം മുറിവുണക്കുന്നു എന്നുള്ള കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിലെ സെന്റർ ഓഫ് എക്സലൻസ് ഫൈറ്റോ കെമിക്കൽ നാനോ ടെക്നോളജി വികസിച്ചിട്ടുള്ള എന്താണ് ഈ പറയുന്ന പാട് വികസിപ്പിക്കുകയും ചെയ്തു. അതേ നോക്കുക. സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ശ്രേഷ്ഠ പദവി വഴിയായിരുന്നു ഈ പറയുന്ന ഗവേഷണം എന്ന് പറയുന്നത് അല്ലെ. സ്ട്രോബിലാന്തസ് എന്താണ് ആൾട്ടർ അല്ലെ. അതാണ് ഈ പറയുന്ന മുറുകൂടി പച്ച എന്ന് പറയുന്ന സസ്യം എന്ന് പറയുന്നത്. സ്ട്രോബിലാന്തസ് ആൾട്ടർ എന്ന് പറയുന്നത് ഈ പറയുന്നത് മുറുകൂടി പച്ചയുടെ പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്താണ് നേറ്റ് എന്ന ശാസ്ത്രനാമമുള്ള മുറുകൂടി പച്ച നാട്ടിൻപുറങ്ങളിൽ മുറിവുണങ്ങാൻ ഉപയോഗിക്കുന്ന സസ്യമാണെന്ന് ഈ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ഓക്കെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ പറയുന്ന അടുത്ത ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ഗവേഷകർ കണ്ടെത്തിയിട്ട് മുറുകൂടി പച്ചിലെ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഘടകം എന്താണ്? അത് ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങളാണ്. ഓക്കെ, ആന്റി ഓക്സിഡന്റ് സംയുക്തങ്ങളാണ്. അടുത്ത് നോക്കാൻ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ 50 രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്നുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ 50 രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 50 വർഷമായി. എത്രയാണ്? 50 വർഷമായി അല്ലെ. ഇപ്പൊ 50 വർഷമായി പറയുന്ന സ്വതന്ത്ര ഇന്ത്യയിൽ 50 രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? 50 വർഷമായി. ഇപ്പൊ 50 രൂപ നോട്ട് പുറവശത്ത് കാണപ്പെടുന്ന ചരിത്ര നിർമ്മിതി ഏതാണ്? ഇത് ഹംപിയിൽ അല്ലെ. ഹംപിയാണ് അല്ലെ. അത് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ 50 രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷം 1975 സെപ്റ്റംബറിലാണ്. 1975 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 50 രൂപ നോട്ട് എന്ത് ചെയ്യുന്നത് അച്ചടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത് അല്ലെ. ചുവപ്പ് പച്ച വയലറ്റ് നിറങ്ങളിൽ സമന്വയിപ്പിച്ച് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന നോട്ടിൽ പിൻവശത്ത് ഇന്ത്യൻ പാർലമെന്റ് ചിത്രമാണ് ചെയ്യുന്നത് ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ പറയുന്ന നോട്ടില് 50 രൂപ നോട്ടിന്റെ പുറത്ത് ആ നോട്ടിൽ അശോക സ്തംഭത്തിനിടയിൽ ഈ പറയുന്ന എന്താണ്
അശോക സ്തംഭത്തിന് ദേവനാഗരി ലിപിയിൽ സത്യമേവ ജയതേ എന്ത് ചെയ്തു എഴുതിയിട്ടുണ്ട്. അതേപോലെ 1997 അത് ഗാന്ധി സീരീസ് നോട്ടുകൾ അച്ചടിച്ചത്. ഇതോടെ അശോക സ്തംഭത്തിന് പകരം എന്ത് ചെയ്തു ഗാന്ധിജിയുടെ അർത്ഥനഗ്ന ചിത്രം എന്ത് ചെയ്തു ആലേഖനം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണ് പ്രധാനമായിട്ടും 1997 മുതൽ ഗാന്ധി സീരീസ് അല്ലെങ്കിൽ ഈ പറയുന്ന അശോക സ്തംഭത്തിന്റെ ഈ പറയുന്ന പ്രദേശത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അശോക സ്തംഭം ഉള്ളതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു ഗാന്ധി സീരീസ് നോട്ടുകൾ അച്ചടിക്കാൻ തുടങ്ങിയ ശേഷം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന അശോക സ്തംഭത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അർദ്ധനഗ്നായിട്ടുള്ള ഈ പറയുന്ന ഗാന്ധിയുടെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഫോട്ടോ എന്ത് ചെയ്തു വന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഓക്കെ, പത്രത്തില് 50 രൂപ നോട്ട് അല്ലെ 50 രൂപ നോട്ട് അച്ചടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 50 വർഷമായി എന്നുള്ളതാണ് അല്ലെ. ആദ്യമായിട്ട് 1975 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഒരു നോട്ട് എന്ത് ചെയ്യുന്നത് അച്ചടിച്ചിറക്കുന്നത്. പ്രധാനമായിട്ട് ഫ്രണ്ട് പേജിലായിട്ട് നമുക്ക് ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ദേവഗിരി അല്ലേ ദേവനാഗരി ലിപിയിൽ എന്ത് ചെയ്യാൻ പറ്റും സത്യമേവ ജയതേ എന്ന് നമുക്ക് എന്ത് കാണാൻ സാധിക്കുമെന്ന്. അതേപോലെ അശോക സ്തംഭ ഫ്രണ്ടിൽ തൊട്ട് പുറകെ ഇന്ത്യൻ പാർലമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഴയ നോട്ടുകൾ കാണാൻ സാധിക്കും. പുതിയ നോട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ നോട്ടിന്റെ ഫ്രണ്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും ഈ പറയുന്ന ഗാന്ധിജി തൊട്ട് പുറകിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ ഹംപി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, 1997 മുതൽ ഗാന്ധി സീരീസ് നോട്ടുകളിൽ ഈ പറയുന്ന അശോക സ്തംഭത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വരുന്നു ഈ പറയുന്ന ഗാന്ധിജിയുടെ അർത്ഥനഗ്ന ചിത്രം നമുക്ക് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കേരള സർക്കാർ SC/ST വിഭാഗക്കാർക്ക് വിദേശ പഠനത്തിനായിട്ട് നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ് കേരള സർക്കാർ SC/ST വിഭാഗക്കാർക്ക് വിദേശ പഠനത്തിനായിട്ട് നൽകുന്ന പദ്ധതി ഏതാണ്? ഉന്നതി എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഉന്നതി എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ, ഉന്നതി എന്നാണ് അതിന്റെ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ഉദ്ഘാടനം ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് എന്ത് ചെയ്തു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കേരള സർക്കാരിന് SC/ST വിഭാഗക്കാർക്ക് വിദേശ പഠനത്തിനായിട്ട് നൽകുന്ന പദ്ധതി ഏതാണ്? ഈ പറയുന്ന ഉന്നതി എന്ന് പറയുന്ന പദ്ധതിയാണ്. ഓക്കെ ഓക്കെ അടുത്ത് നോക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്ത അനാഥരായിട്ടുള്ള കുട്ടികൾക്കും മാതാപിതാക്കളെ ഒരാൾ നഷ്ടപ്പെടുന്നവർക്ക് 18 വയസ്സിന് പൂർത്തിയാക്കുന്നത് വരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഇതാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിന് ഉദ്ഘാടനം ചെയ്ത അനാഥരായിട്ടുള്ള കുട്ടികൾക്കും മാതാപിതാക്കളെ ഒരാൾ നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നത് വരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? അൻപ് കരങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അൻപ് കരങ്ങൾ എന്നുള്ളതാണ് അല്ലെ. എന്താണ് അൻപ് കരങ്ങൾ എന്നുള്ളതാണ്. ചോദ്യം മനസ്സിലാക്കി വെക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ MK സ്റ്റാലിനാണ് എന്ത് ചെയ്യുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കാണ് ബെനിഫിഷ്യറീസ് ആരാണ്? ബെനിഫിഷ്യറീസ് ആരാണ്? അനാഥരായിട്ട് കുട്ടികൾക്ക് പ്രധാനമായിട്ടും മാതാപിതാക്കളിൽ ഒരാൾ അല്ലേ ആരെങ്കിലും ഒരാളെ നഷ്ടപ്പെട്ടില്ല അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് പൂർത്തിയാക്കുന്നതിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാമ്പത്തിക സഹായങ്ങളുടെ പദ്ധതിയാണെന്ന് പറയുന്നത് അൻപ് കരങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരാണെന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരാണ്? അപ്പോളോ ടയേഴ്സ് ആണ്. കാരണം അപ്പോളോ ടയേഴ്സിന് തൊട്ട് മുമ്പായിട്ട് ചോദിച്ചാൽ ഡ്രീം 11 ആയിരുന്നു അല്ലേ. കാരണം ഡ്രീം 11 ആയിരുന്നു തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ജേഴ്സിയുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത കളിയോടുകൂടി തന്നെ എന്ത് ചെയ്യും പറയുന്ന രീതിയിൽ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരെയും മാറും ഈ പറഞ്ഞ അപ്പോളോ ടയേഴ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ പുരുഷ വനിതാ ക്രിക്കറ്റ് ടീമുകളുടെ പുതിയ ജേഴ്സി സ്പോൺസർ ആരാണ്? അപ്പോളോ ടയേഴ്സ് ആണ്. തൊട്ട് മുമ്പുള്ള സ്പോൺസർമാർ ആരായിരുന്നു? ഡ്രീം 11 ആയിരുന്നു അല്ലേ. അടുത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ടായിരുന്ന ബാങ്ക് ഏതാണെന്നുള്ളതാണ്. ഇതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ടായിരുന്ന ബാങ്ക് ഏതാണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പൊ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള ബാങ്ക് ഏതായിരുന്നു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ട് ഈ പ്രാദേശിക ഭാഷകളൊക്കെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ രീതിയിൽ പരിപോഷിക്കുക എന്നുള്ള ഒരു പേരിലാണ് ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തെ കീർത്തി പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ടായിരുന്നത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അർഹമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം ഏതാണെന്നുള്ളതാണ്. 2025 മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ സെപ്റ്റംബറിൽ ഈ പറയുന്ന ഹരിത കേരള മിഷനിലെ ഭാഗമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകം ഏതാണ്? മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്നുള്ളത്. എന്താണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത്. പഠിച്ചു വെക്കാനാണ്. 2020 സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്ത ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? മികവാർന്ന പച്ചത്തുരുത്തുകളാണ്. ചിലപ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ മികവാർന്ന പച്ചത്തുരുത്ത് പുസ്തകം എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തിറക്കിയ ചിലപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കുന്നതാണ് ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പേര് ചെയ്യണം പഠിച്ചോ. ഹരിത കേരള മിഷനുള്ള പേരും ജനങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, അടുത്തത് അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനാമകരണം ചെയ്യപ്പെട്ട പേര് ഏതാണെന്നുള്ളതാണ്. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പറഞ്ഞ പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര് ഏതാണെന്നുള്ളതാണ്. ഏതാണ്? അഹല്യ നഗർ എന്നുള്ളതാണ് അല്ലേ. നോക്കാം. അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷൻ വാസ് ട്യൂസ്ഡേ റീനെയിംഡ് ആസ് അഹല്യ നഗർ ഹോണറിംഗ് ദ ലെഗസി ഓഫ് ദ ലോക്മാത ദേവി അഹല്യ ബൈ ഹോൾക്കർ. ദ ചേഞ്ച് comes after the Union Home Ministry cleared a
A Maharashtra government proposal issued that this week station name is now synced with the district, which is renamed Sahilinagar Railway this year. Central Railway officials said that the station code will remain ANG. The decisions now appeals by the local groups of citizens as well as the letter by the Deputy Chief Minister Ajit Pawar, Minister Ashwini Vaishnav കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് എന്താണ്? ഈ പറയുന്ന അഹല്യ നഗർ എന്നുള്ളതാണ്. 6 പേര് വെച്ചിട്ടാണ് ഈ പറയുന്ന അഹല്യ നഗർ പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. കാരണം ലോക് മാതാ ദേവി അഹല്യ ബൈ ഹോൾക്കർ അല്ലേ, അഹല്യ ബൈ ഹോൾക്കറിന്റെ ഈ പറയുന്ന സ്മരണയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അഹല്യ നഗരങ്ങളുടെ പേര് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നു. തൊട്ടും ഈ വർഷം തന്നെ ഈ പറയുന്ന പ്രദേശത്തിന്റെ പേര് എന്ത് ചെയ്യുന്നത്? അഹല്യ നഗർ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷന്റെ പേര് എന്ത് ചെയ്യുന്നത്? അത്തരത്തിൽ അഹമ്മദ് നഗർ തന്നെ എന്ത് ചെയ്യുന്നത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേപോലെ തന്നെ അഹമ്മദ് നഗർ ഈ പറയുന്ന ANG എന്നുള്ള എന്താണ് ഈ പറയുന്ന എന്ത് ചെയ്തു? ഈ പറയുന്ന അഹല്യ നഗറായിട്ട് എന്ത് അവർ മാറ്റുകയായിരുന്നു. ആരെല്ലാം മാറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പറയുന്ന ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അജിത് പവാർ ആയിരുന്നു ഈ പറയുന്ന മഹാരാഷ്ട്ര CM ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവർ ആർക്കാണ് കത്തയച്ചിട്ടുണ്ടായിരുന്നത്? ഈ പറഞ്ഞ അശ്വിനി വൈഷ്ണവ് അല്ലെങ്കിൽ ഇപ്പം റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് ആണ് ചെയ്യുന്നത് കത്തയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അഹമ്മദ് നഗർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? അഹല്യ നഗർ എന്നുള്ളതാണ്. അതാണ് അഹല്യ നഗർ എന്നുള്ളതാണ്. അടുത്തത് രാജ്യത്തിന്റെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമായെന്നുള്ളതാണ്. അതാണ് രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. എവിടെയാണത്? തമിഴ്നാട്ടിലാണ് അല്ലേ. നോക്കാം, വേഴാമ്പലിൽ രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ഒരുക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ പൊള്ളാച്ചി വാൽപ്പറ റോഡിലുള്ള അട്ടക്കയത്തിലുള്ള വനംവകുപ്പ് ക്യാമ്പസിലാണ് ചെയ്യുന്ന കേന്ദ്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന 4 വേഴാമ്പലിനങ്ങളുടെ സംരക്ഷണം പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അല്ലെ എന്താണ്? ബ്ലൂറോസ് എന്താണ് ബൈക്കോർണിസ്, മലബാർ ഗ്രേറ്റ് വേഴാമ്പല്, അതേപോലെ തന്നെ മലബാർ എന്താണ് പറയുന്ന പൈഡ് വേഴാമ്പല്, അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്ത്യൻ ഗ്രേ വേഴാമ്പൽ എന്നീ പറയുന്ന വിഭാഗങ്ങളുള്ള വേഴാമ്പലുകൾ പ്രധാനമായിട്ട് എന്ത് നൽകുന്നത്? ഈ പറയുന്ന സംരക്ഷണം നൽകി പോരുന്നത് 2 സംസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ് ബേർഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഒന്ന് കേരളത്തിനും ഒന്ന് അരുണാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് ബേർഡ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന വേഴാമ്പൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥാപിതമാകുന്നത്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹങ്ങൾ നടക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് അല്ലെ. പശ്ചിമ ബംഗാളിൽ അറിയാതിരിക്കും ഈ പറയുന്ന 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് തന്നെ കുട്ടികളെ ഈ പറയുന്ന കല്യാണം കഴിച്ചു വിടുന്ന പരിപാടിയാണ് പറയുന്നത് ശൈശവ വിവാഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കുറവ് അല്ലെ, ഏറ്റവും കുറവ് ഈ പറയുന്ന എന്താണ് ശൈശവ വിവാഹം നടക്കുന്നത് എവിടെയാണ്? അത് കേരളത്തിലുമാണ്. ഇവിടെയാണ് കേരളത്തിലാണ്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? കേരളത്തിലാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ത്രീകൾ, കൗമാരക്കാരായ പെൺകുട്ടികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ പോഷക ആഹാര സേവനങ്ങൾക്കായിട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി ഏതാണെന്നുള്ളതാണ്. എന്താണ്? ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ത്രീകൾ, കൗമാരക്കാരുടെ പെൺകുട്ടികൾ, കുട്ടികൾ എന്നിവരുടെ ആരോഗ്യ സംരക്ഷണ ബന്ധപ്പെട്ട് ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള പദ്ധതി ഏതാണ്? സ്വസ്ഥ നാരി സർവ സശക്ത് പരിവാർ അഭിയാൻ എന്നുള്ളതാണ്. എന്താണ്? സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാൻ എന്നുള്ളതാണ് എന്ത് ചെയ്യുന്ന അഭിയാന്റെ പേരെന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പറഞ്ഞ ബർത്ത് ഡേയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പദ്ധതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പറയുന്ന നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പദ്ധതി പുറത്തിറക്കിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഈ പറയുന്ന സ്വസ്ഥ നാരി സർവശക്തി സശക്ത് പരിവാർ അഭിയാന്റെ പ്രത്യേകത എന്താണ്? ഈ പറയുന്ന ഇന്ത്യയിലുടനീളമുള്ള സ്ത്രീകള്, കൗമാരക്കാരായ കുട്ടികൾ എന്നിവർക്ക് ആരോഗ്യ സംരക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ട് ഇത് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് 16ാമത് കമ്പൈൻഡ് കമാൻഡ് സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. എന്താണ്? പ്രധാനമായിട്ട് ഈ പറഞ്ഞ 16ാമത് കമ്പൈൻഡ് കമാൻഡ് സമ്മേളനം എവിടെ ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? കൊൽക്കട്ടയിലാണ്. എവിടെയാണ്? കൊൽക്കട്ടയാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന ഈസ്റ്റേൺ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഈ പറയുന്ന ഈസ്റ്റേൺ കമാൻഡ് ഈ പറഞ്ഞ ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡുള്ള കൊൽക്കട്ടയെ വെച്ചാണ് എന്ത് നടന്നത്? ഈ പറയുന്ന 16ാമത് കമ്പൈൻഡ് കമാൻഡ് സമ്മേളനം എന്ത് ചെയ്യുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. പ്രധാനമായിട്ട് പങ്കെടുത്തിട്ടുള്ള ആരാണ്? ഈ പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവല്, പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, അതുപോലെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് എന്നിവർ, അതേപോലെ ട്രൈ സർവീസിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അല്ലെ എല്ലാവരും ഇവരും ചെയ്തു പ്രധാനമായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്തു? പങ്കെടുത്തിട്ട് ഉണ്ടായിരുന്നു. 16ാമത് കമ്പൈൻഡ് കമാൻഡ് സമ്മേളനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? പറഞ്ഞ കൊൽക്കട്ടയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം. 2020 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ്. ഇതാണ് 2020 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ്? പപ്പുവ ന്യൂഗിനിയാണ് അല്ലെ. പപ്പുവ ന്യൂഗിനിയാണ്. 1975 എന്ത് ചെയ്യുന്നത്? സെപ്റ്റംബർ 16 എന്ത് ചെയ്യുന്നത്? പപ്പുവ ന്യൂഗിനി എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നത്? നേടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? അവര് സ്വാതന്ത്ര്യം നേടുന്നത്. തെക്ക് പടിഞ്ഞാറ് പസഫിക് ദ്വീപ് രാജ്യം കൂടിയാണെന്ന് പറയുന്നത് ഈ പപ്പുവ ഗുനിയ എന്ന് പറയുന്നത് അല്ലെ. പപ്പുവ ന്യൂഗിനി എന്ന് പറയുന്നത് കറയ്ക്ക് ആദ്യം പറയും ബ്രിട്ടീഷുകാരുടെ കീഴിൽ, പിന്നെ ഓസ്ട്രേലിയയുടെ കീഴിലായിരുന്നു ഇത്രയും വർഷം എന്ന് പറയുന്നത്. 1975 എന്ത് ചെയ്യുന്നത്? ഓസ്ട്രേലിയയിൽ നിന്ന് ആര് സ്വാതന്ത്ര്യം നേടുന്നത്?
പപ്പുവ ന്യൂ ഗിനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എന്ത് ചെയ്തു പപ്പുവ ന്യൂ ഗിനിക്ക് 50 വർഷം അനുബന്ധിച്ച് ഒരു പാർലമെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നു നിർമ്മിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 2000 സെപ്റ്റംബറിൽ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന രാജ്യം ഏതാണ്? പപ്പുവ ന്യൂ ഗിനിയാണ്. ഓക്കെ, അവർക്ക് അന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് 1975 സെപ്റ്റംബർ 16 ഏത് രാജ്യത്തു നിന്നാണ് കിട്ടിയത്? ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് ഗ്ലോബൽ 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. 2025 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 അല്ലേ? എന്താണ് 38? ഒന്നാം സ്ഥാനത്ത് എന്താണ്? ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും അല്ലെ? ഒന്നാം സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്വിറ്റ്സർലൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ്? 38. ഓക്കെ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് ചെയ്യുന്നത് ഈ പറയുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? പുറത്തുവിടുന്നത്. എന്താണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അറിയപ്പെടുന്നത് WIPO എന്നാണ് ഈ പറയുന്ന റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? പുറത്തുവിടുന്നത്. ഇത് പ്രകാരമാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 38, സ്വിറ്റ്സർലൻഡിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് നമുക്ക് എന്ത് പറ്റും? കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 2027 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. എന്താണ് 2027 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? പാകിസ്ഥാൻ അല്ലേ? നോക്കുക, പാകിസ്ഥാൻ വിൽ ഹോസ്റ്റ് ദ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സബ്മിറ്റ് ഇൻ 2027 എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഷാങ്ഹായ് കോപ്പറേഷൻ സബ്മിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ചൈനയിലെ ഷാങ്ഹായ് എന്താണ് ഹെഡ്ക്വാർട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലേ? അതേപോലെ തന്നെ അവരുമായിട്ട് പ്രവർത്തിച്ചു വരുന്ന മറ്റൊരു സംഘടനയാണ് റാറ്റ്സ് എന്ന് പറയുന്ന സംഘടനയാണ് അല്ലെ? ഈ പറയുന്ന എന്താണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഈ പറയുന്ന സംവിധാനമാണ് ഈ റാറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ പറയുന്നതാണ് പറഞ്ഞ ഏഷ്യൻ ബാങ്കിലാണ് ഈ പറയുന്ന ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഷാങ്ഹായ് കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബാങ്ക് കൂടാണ് അല്ലേ? അതേപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതിലാട്ടോ, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതല്ല, സോറി. ഓക്കെ, അപ്പോൾ 2020 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് വേദിയാവുന്ന പാകിസ്ഥാനാണ്. 2026 ബിഷേക്കാണ് അല്ലേ? ബിഷേക്കാണ് അദ്ദേഹം പറയുന്നത്. ബിഷേക്കാണെന്ന് പറയുന്നത് ഈ പറയുന്ന 2026 എന്ത് ചെയ്യുന്നത്? ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ വേദിയാവുന്നത്. അതിനുശേഷമാണ് എവിടെ മാറുന്നത്? ഈ പറയുന്ന 2027 ഇസ്ലാമാബാദിൽ, പാകിസ്ഥാൻ ഇസ്ലാമാബാദാണ് ചെയ്യുന്നത് ഈ പറയുന്ന 2027 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്ര നമ്മുടെ ഇന്നത്തെ വീക്കിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGSലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഏതൊരു ബാക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് LGS പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അതിന് മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾക്ക് ഒന്ന് ASD ബാക്ക്ഗ്രൗണ്ട് ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺലോഡിന് ശേഷം പ്ലേ സ്റ്റോർ ആപ്സിൽ അവൈലബിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഡൗൺലോഡിന് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെല്ലാം സംശയത്തിലുണ്ടെങ്കിൽ ആണ് ഈ പറഞ്ഞ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംശയം നമ്മൾ എന്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ പുതിയ അപ്ഡേറ്റുകൾ മറ്റും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ശേഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു.